ചേട്ടാ, ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളൊക്കെ മൂന്ന് മുന്നണികളും പൂർത്തിയാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അതില് സർപ്രൈസ് ആയിട്ടുള്ള പല മണ്ഡലങ്ങളുടെയും സ്ഥാനാർത്ഥി നിർണയങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും കുറച്ച് ബാക്കി നിൽക്കുന്നുണ്ട്. അതും കൂടെ പൂർണ്ണമാകുമ്പോഴായിരിക്കും ഒരു രേഖാചിത്രം ഉണ്ടാവുന്നതെന്നൊക്കെ നമ്മൾ കേട്ടിരുന്നു. തലസ്ഥാനത്ത് എല്ലാവരും ഉറ്റുനോക്കുന്ന തദ്ദേശത്തിന്റെ ആ ഒരു ഓളമൊക്കെ കഴിഞ്ഞ, അല്ലെങ്കിൽ ഭരണത്തിന്റെ ആ ഒരു ഭരണം നേടാനുള്ള മൂന്ന് മുന്നണികളും ഒരേപോലെ ശ്രമിക്കുന്ന തലസ്ഥാനം, എന്താണ് അവിടുത്തെ സ്ഥാനാർത്ഥി നിർണയങ്ങളുടെ പുതിയ വാർത്തകൾ? പാറശാലയിൽ ഇപ്പോൾ കേൾക്കുന്ന പേര് നെയ്യാറ്റിങ്കര സനൽ എന്നാണ്. നെയ്യാറ്റിങ്കര സനലിനെ സംബന്ധിച്ച് ഞാൻ വളരെ നാളുകളായിട്ട് നമ്മളൊക്കെ തിരുവനന്തപുരത്ത് കേട്ടിട്ടുള്ള ഒരു പേരാണ് നെയ്യാറ്റിങ്കര സനൽ. അറിയപ്പെടുന്ന ഒരു നേതാവ് കൂടിയാണ്. ശരിക്കും അദ്ദേഹത്തിനൊക്കെ ഇതിന് മുമ്പേ തന്നെ സ്ഥാനാർത്ഥി ആക്കേണ്ടതാണ്. അപ്പൊ നെയ്യാറ്റിങ്കര സനൽ വരുമ്പോൾ ഹരീന്ദ്രൻ നായരാണ് മത്സരിക്കുന്നത്. ഹരീന്ദ്രൻ നായരാണ് ഈ കഴിഞ്ഞ തവണയും വിജയിച്ചിരിക്കുന്നത്. ഹരീന്ദ്രൻ നായർ വീണ്ടും അവിടെ മത്സരിക്കാനായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു മണ്ഡലം നോക്കാനായിട്ട്. അതായത് ഈ സംഘടന പിടിക്കാനായി പിണറായി വിജയൻ അദ്ദേഹത്തിനോടൊപ്പം കൂട്ടാൻ ശ്രമിച്ച പഴയൊരു VS പക്ഷക്കാരനാണ് ഈ ഹരീന്ദ്രൻ. ഹരീന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ അവിടെ നായർ വോട്ട് കുറേയധികമുണ്ട്, ഹിന്ദു നാടാരുണ്ട്, ഹിന്ദു ക്രിസ്ത്യനുണ്ട്. അപ്പോൾ ഈ തരത്തിൽ നെയ്യാറ്റിങ്കര സനൽ എന്ന് പറയുമ്പോൾ പാറശാല, നെയ്യാറ്റിങ്കര എന്ന് പറയുന്നത് പാറശാലയ്ക്ക് അടുത്തുള്ളതാണ്. നെയ്യാറ്റിങ്കര സനൽ എന്ന് പറയുന്ന യുവ നേതാവ് തീർച്ചയായിട്ടും അവിടെ എല്ലാവർക്കും ജനപ്രിയനാണ്. പിന്നീട് വേറൊരു കാര്യം ആദ്യം നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം, ആന്റി ഇൻകംബൻസി നിൽക്കുമ്പോൾ ഈ പിന്നെ ഏത് തരം ഇപ്പൊ അവര് എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഇത്തരത്തിൽ മത്സരിച്ചവർ തന്നെ മത്സരിക്കട്ടെ എന്ന് പറയുമ്പോൾ അവർ എന്താണ് ആ മണ്ഡലത്തിൽ ചെയ്തത്, അതിന്റെ പ്രതിഫലനമായിരിക്കും അവർക്ക് കിട്ടാൻ പോകുന്നത്. ഇതൊരു ടാസ്ക് ആണ് അവർക്ക് കൊടുക്കുന്നത്. ഇത് അവർക്ക് കൊടുക്കുന്ന ഒരു ടാസ്ക്. പല ഈ ലിസ്റ്റ് നോക്കുന്ന സമയത്ത് സ്ഥാനാർത്ഥികളുടെ ആണെങ്കിൽ പലയിടത്തും സിറ്റിംഗ് MLA-മാര് തന്നെയാണ് മത്സരിക്കുന്നത്. അതിൽ തന്നെ സിറ്റിംഗ് MLA-മാരെ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ തന്നെ അതില് വലിയ രീതിയിൽ ഒരു ജനപ്രീതി ഇല്ലാത്തവരും ആ ലിസ്റ്റിലുണ്ട്. പക്ഷെ ജനങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ മണ്ഡലങ്ങളിൽ പ്രവർത്തനം ചെയ്തിട്ടുള്ള ആൾക്കാരെയും CPM CPI ലിസ്റ്റുകളിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. കോൺഗ്രസിന്റെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതില് മിക്കയിടത്തും വാർത്താ പ്രാധാന്യം കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ ജനശ്രദ്ധ നേടിയിട്ടുള്ള നേതാക്കന്മാരുടെ അല്ലെങ്കിൽ നേതാക്കളുടെ പേര് തന്നെ കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ സർപ്രൈസിംഗ് ആയിട്ട് ഇപ്പൊ 55 മണ്ഡലങ്ങളുടെ മാത്രമേ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പുറത്തേക്ക് വന്നിട്ടുള്ളൂ. ഇനി അതിന്റെ ബാക്കി നോക്കുന്ന സമയത്താണ് അതിലും സ്റ്റാർ മണ്ഡലങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ബാക്കി ഇരു മുന്നണികളുടെയും നേതാക്കന്മാരെ നമുക്ക് അറിയാം ആരാണ് അവിടെ മത്സരിക്കുന്നത് എന്നുള്ളത്. കോൺഗ്രസിന്റെ മാത്രമാണ് അവിടെ വരാനുള്ളത്. അത്തരത്തിൽ നോക്കുമ്പോഴും അവിടെയും വാർത്താ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ജനങ്ങൾക്ക് പുതിയതായി പരിചയപ്പെടുത്തി കൊടുക്കേണ്ടാത്ത നേതാക്കന്മാരെ തന്നെ ആയിരിക്കാം പ്ലേസ് ചെയ്യാൻ പോകുന്നത്. അത്തരത്തിൽ നോക്കുമ്പോൾ ഈ തിരുവനന്തപുരം സ്ട്രാറ്റജി എന്ന് പറയുന്നത് ജനങ്ങൾക്ക് പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു നേതാക്കന്മാരെയും ആരും പ്ലേസ് ചെയ്യുന്നില്ല. അതെ, എന്നുവെച്ചാൽ പറിച്ചു മാറ്റി നടുന്നില്ല. മറ്റിടത്തു നിന്ന് വന്ന് കൊണ്ടുവന്ന് നടന്നൊരു രീതിയൊന്നുമില്ല. അവിടെ വളക്കൂറുള്ള സ്ഥാനാർത്ഥികളെ തന്നെയാണ് മൂന്ന് മുന്നണികളും ഇറക്കി അല്ലെങ്കിൽ ഒരു നല്ല ത്രികോണ പോരാട്ടത്തിന് വേണ്ടിയിട്ട് എടുക്കാൻ പോകുന്നത്. അല്ലാതെ ഇപ്പൊ സാധാരണ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ശക്തനായിട്ടുള്ള ഒരു നേതാവിനെ കൊണ്ട് നിർത്തുന്ന സമയത്ത് ഓപ്പോസിറ്റ് അയാളുമായിട്ട് മല്ലടിക്കാൻ വേണ്ടിയിട്ട് പറിച്ചു മാറ്റി നടുന്ന ഒരു സാഹചര്യം ഒന്നുമില്ല. തിരുവനന്തപുരത്തെ തന്നെ മല്ലന്മാരെയാണ് അവർക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ഇറക്കുന്നത്. അതാണ് പുതിയ ഇലക്ഷൻ സ്ട്രാറ്റജി. അതൊരു നല്ല ഒരു മൂവായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അല്ലെങ്കിൽ ജനങ്ങൾ ചോദിക്കില്ലേ, നിങ്ങൾ തന്റെ മണ്ഡലത്തിൽ തനിക്ക് പോയി മത്സരിച്ചുകൂടെ, എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ പ്രവർത്തിച്ച് അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ തന്നെയാണ് എല്ലാ മുന്നണികളും അവിടെ പ്ലേസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. അത് തന്നെ ഒരു ജനപ്രീതി നേടാനുള്ള ഒരു പ്ലാൻ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ജനങ്ങൾക്ക് അവരുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് അത് വോട്ടായി പരിവർത്തനപ്പെടുത്തുക. അതിന്റെ അപ്പുറത്തേക്കും അതിനൊരു ഇലക്ഷൻ സ്ട്രാറ്റജിയും നമുക്ക് കാണാൻ സാധിക്കും. മണ്ഡലങ്ങൾ തിരിച്ചു നോക്കുന്ന സമയത്ത് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഇതിൽ പറയാനുള്ളത് നെയ്യാറ്റിങ്കരയിൽ എൻ ശക്തനെ കുറിച്ച് ആദരിക്കുക പറയാം. അദ്ദേഹം ഒരു പഴയകാല കോൺഗ്രസ് പ്രവർത്തകനാണ്, മന്ത്രിയായിരുന്ന ആളാണ്. അദ്ദേഹം ഇപ്പോൾ KPCCയുടെ പ്രസിഡന്റ് പദത്തിലേക്ക് അദ്ദേഹത്തിനെ കൊണ്ടുവന്നപ്പോൾ അദ്ദേഹത്തിന് മത്സരിക്കാൻ താല്പര്യമുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹം ഒഴിയുകയാണെന്ന് പറഞ്ഞു പോയാലാണ്. അപ്പൊ ശക്തനും ശരിക്കും നെയ്യാറ്റിങ്കരയിൽ ഒരു നല്ല കാൻഡിഡേറ്റ് ആകാനാണ് സാധ്യതയുള്ളത്. മറിച്ച് ഇനി കാട്ടാക്കടയിലേക്ക് വരുമ്പോൾ MR ബൈജു എന്നൊരു പേരാണ് കേൾക്കുന്നത്. ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ച പേരല്ല, ഇത് നമുക്ക് നമ്മുടെ സോഴ്സുകൾ വഴി കിട്ടിയതാണ്. ഇതായിരിക്കാനാണ് സാധ്യത കൂടുതൽ. ഇത് തന്നെ ആകാനാണ് സാധ്യത എന്ന് നമുക്ക് ഈ മണിക്കൂറുകൾ പറയാൻ കഴിയും. പിന്നീട് കഴക്കൂട്ടത്ത് ശരത്ചന്ദ്ര പ്രസാദ് മത്സരിക്കുന്നുണ്ട്. കഴക്കൂട്ടം ഏറെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു മണ്ഡലമാണ്. ശരത്ചന്ദ്ര പ്രസാദ് എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്ത് ഇപ്പൊ ആദ്യം പറഞ്ഞ പോലെ തിരുവനന്തപുരത്ത് തന്നെ ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥികൾ എന്ന് പറയുമ്പോൾ ആ ജില്ലയിൽ തന്നെ വളർന്ന, ഒരു ഘട്ടത്തിൽ കരുണാകരനൊപ്പം നിന്ന, ഒരു ഘട്ടത്തിൽ ആന്റണിക്കൊപ്പം നിന്ന, അവരിങ്ങനെ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന നേതാക്കളൊക്കെ തന്നെയാണ്. മാറി വന്ന ഭരണം, പിന്നെ നേതാക്കളുടെ ബാഹുല്യം, കോൺഗ്രസ് പാർട്ടിയിൽ എപ്പോഴും നേതാക്കളുടെ ബാഹുല്യമാണല്ലോ.
ഏതായാലും കഴക്കൂട്ടത്തെ ശരത് പ്രസാദ്. അപ്പോൾ ഓപ്പോസിറ്റ് നമ്മൾ നോക്കുമ്പോൾ ആരാണ്? ഓപ്പോസിറ്റ് നോക്കുമ്പോൾ കടകംപള്ളി സുരേന്ദ്രനാണ് കഴക്കൂട്ടത്ത് വരുന്നത്, വി മുരളീധരൻ വരുന്നുണ്ട്. അപ്പോൾ 3 ഈഴവ കാൻഡിഡേറ്റ്സ് ആണ് കഴക്കൂട്ടത്ത്. ഈഴവ പ്രാതിനിധ്യമുള്ള ഒരു മണ്ഡലമാണ്. കമ്മ്യൂണിറ്റി വോട്ടുകൾ മാത്രമല്ല, ഇതിനകത്ത് നമ്മളോട് പറഞ്ഞ തിരുവനന്തപുരത്തെ രാഷ്ട്രീയം നന്നായിട്ട് അറിയാവുന്നവർ പറഞ്ഞത് നല്ല ഫൈറ്റ് ആയിരിക്കും. ഇതിൽ പരാജയം സംഭവിക്കാൻ പോകുന്ന കടകംപള്ളി സുരേന്ദ്രനായിരിക്കും. കാരണം കടകംപള്ളി സുരേന്ദ്രൻ ഒന്നാമത് വിവാദത്തിൽ നിൽക്കുന്ന ഒരാളാണ്. അത് ഈ വളരെ നമ്മൾ തൊട്ടപ്പൊള്ളുന്ന വിഷയം കൂടെയാണ്. അതിൽ അദ്ദേഹം പാർട്ടിയോട് പറയുന്നത് തനിക്ക് വോട്ട് ഉണ്ടെന്നാണ്. അത് ഹിന്ദു വോട്ട്, RSS വോട്ടൊക്കെ അദ്ദേഹത്തിന് കിട്ടുമെന്നാണ് അദ്ദേഹം ധരിക്കുന്നത്. പക്ഷെ ഇത്തവണ അങ്ങനെ അദ്ദേഹം ധരിക്കുന്ന പോലെ വോട്ട് പോകാൻ സാധ്യതയില്ല. അതിൽ പറഞ്ഞു കേൾക്കുന്ന ചില കമ്മ്യൂണിസ്റ്റ് നേതാക്കളൊക്കെ കണ്ണും പറയുന്നത് വി മുരളീധരൻ അത്ര കണ്ട് ജനങ്ങളുമായി ആക്സസ് ഉള്ള ഒരു നേതാവല്ല. മറിച്ച് കടകംപള്ളി എന്ന് പറഞ്ഞാൽ എല്ലാവരുമായി, പാർട്ടിക്കതീതമായി, പാർട്ടിക്കാരെക്കാളും മറ്റുള്ളവരുമായിട്ട്, മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരുമായി വളരെ അടുപ്പമുള്ള ഒരാളാണ്. ആ വോട്ടാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നതെന്ന്. മറിച്ച് അദ്ദേഹം ആ വോട്ട് മാത്രം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ അവരുടെ പാർട്ടി വോട്ട് അദ്ദേഹത്തിന് കിട്ടാതെ പോകും. അത് അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ജയിക്കാൻ സാധ്യത ആരെന്ന് ചോദിച്ചാൽ ഇവിടെ നടക്കാൻ പോകുന്ന മത്സരം ശരിക്കും ശരത് പ്രസാദും വി മുരളീധരനും തമ്മിലായിരിക്കും. കാര്യം ആന്റി ഇൻകംബൻസി ഫാക്ടർ കടകംപള്ളി ചിത്രത്തിൽ വരാൻ സാധ്യത തീരെ കുറവാണ്. കടകംപള്ളി പരാജയപ്പെടും എന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. ശരത് പ്രസാദ് നല്ലൊരു കാൻഡിഡേറ്റ് ആണ്, ഫൈറ്റ് ചെയ്യാൻ പറ്റിയ കാര്യം. അദ്ദേഹം ഒരു പഴയ കേസുകാരനാണ്. ഈ പറയുന്ന രീതിയിൽ എന്റെ അറിവ് വെച്ച്, എന്റെ പരിമിതമായ അറിവ് എനിക്ക് തോന്നിയിട്ടുള്ളത് DYFI അല്ലെങ്കിൽ പഴയകാല കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർ അദ്ദേഹത്തിനെ മർദ്ദിച്ചത്, അദ്ദേഹം ഒരു ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി കൂടെയൊക്കെയാണ്. അദ്ദേഹത്തിന് ഒരുപാട് തല്ലും കുത്തും വെട്ടും ഒക്കെ കിട്ടിയൊരു നേതാവാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു ചരിത്രം അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ശരത് പ്രസാദ് നീണ്ട നാളുകൾക്ക് ശേഷം പാർലമെന്റ് തലത്തിൽ അദ്ദേഹം മത്സരിക്കാൻ ഇറങ്ങുന്നത് കോൺഗ്രസ് പാർട്ടി തിരുവനന്തപുരത്ത് വളരെ, പ്രത്യേകിച്ച് ഈ പറയുന്ന ഈഴവ കമ്മ്യൂണിറ്റി പ്രാധാന്യം, ഈഴവ വോട്ട് ഒക്കെ വരുമ്പോൾ ശ്രദ്ധിക്കപ്പെടും. പിന്നെ നമ്മൾ പറഞ്ഞു പോയ മറ്റൊരു കാര്യം, പറയാതെ വിട്ടുപോയൊരു കാര്യം, ഇപ്പൊ ശക്തൻ പറയുമ്പോൾ നെയ്യാറ്റിൻകരയിൽ, അതെ, അവിടെ ആരാണ്? ആൻസലിനാണ് മത്സരിക്കുന്നത്. നമ്മൾ അല്പം മുമ്പ് പറഞ്ഞത് ഈ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ സംഘടന പിടിക്കാനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യം അടർത്തിയെടുത്ത ഒരാള് ഹരീന്ദ്രനാണ്, CK ഹരീന്ദ്രൻ. അതെ, ആദ്യം അദ്ദേഹത്തെ VS പക്ഷത്ത് നിന്ന് അടർത്തിയെടുത്തു. ആ ഒരു വിരോധം CPM-നകത്തുണ്ട്. എങ്കിലും അദ്ദേഹം എങ്ങനെ ജയിച്ചു എന്ന് ചോദിച്ചാൽ ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ പ്രത്യേകിച്ച് BJP RSS ബാന്ധവം ഉള്ള ആൾക്കാരുമായി ഇദ്ദേഹത്തിന് അടുപ്പമുണ്ടെന്നൊക്കെയാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത്. ആ വോട്ടുകളാണ് അദ്ദേഹം ജയിച്ചത്. അപ്പൊ VS-നെ ഉപേക്ഷിച്ച് പോയ ഒരാളിനെ അന്നേ തന്നെ പാർട്ടിക്കകത്ത് ഒരു കടുത്ത വിഭാഗീയത അതീതരുണ്ട്. പിന്നെ നെയ്യാറ്റിങ്കര വരുമ്പോൾ ആൻസലൻ എന്ന് പറയുന്ന VS പക്ഷക്കാരനെയും പിണറായി ചോർത്തിക്കൊണ്ടുപോയതാണ്. അപ്പൊ ആൻസലിന് ഇനി ഒരു ടേം കൂടെ കൊടുക്കണം. ആൻസലൻ നല്ലൊരു നേതാവാണ് കേട്ടോ. ആൻസലിനെ നമുക്ക് അങ്ങനെ മോശം പറയാൻ കഴിയില്ല. അത് തിരുവനന്തപുരം നിവാസികൾക്ക് പ്രത്യേകിച്ച് അറിയാം. പക്ഷെ ആൻസലനെ ശക്തൻ എന്ന് പറയുന്ന വ്യക്തി, ശക്തൻ അവിടെ ആൻസലിൽ മത്സരിക്കുന്ന നെയ്യാറ്റിങ്കര ഹിന്ദു നാടാരുമുണ്ട്, ക്രിസ്ത്യൻ നാടാരുമുണ്ട്. അപ്പൊ ഇതിൽ ശക്തൻ എന്ന് പറയുന്നത് നാടാർ കമ്മ്യൂണിറ്റിയുടെ മാത്രമല്ല അദ്ദേഹം ഒരു പഴയ നേതാവ് കൂടെയാണ്. അതുകൊണ്ട് നല്ലൊരു മത്സരം അവിടെ നെയ്യാറ്റിങ്കരയിൽ ഉണ്ടാകും. കാട്ടാക്കടയിലേക്ക് വരുമ്പോൾ അവിടെ IB സതീഷ് മത്സരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കൃഷ്ണദാസ് മത്സരിക്കുന്നുണ്ട്. PK കൃഷ്ണദാസ് എന്ന് പറയുന്ന വളരെ സൗമ്യമുഖമാണ്. അദ്ദേഹം BJP-യുടെ, അദ്ദേഹം ആ മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് അദ്ദേഹം അവിടെ ഉണ്ട്. അതുകൊണ്ട് ഇത്തവണ IB സതീഷ് വർഷമായിട്ട് വെറുതെ തന്നെയാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കൃത്യമായിട്ട് പലയിടങ്ങളിലും ഈ ഇരു മുന്നണികൾ തമ്മിലുള്ള പോരാട്ടത്തിനപ്പുറത്തേക്കും ഇപ്പൊ ത്രികോണ പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. അതിന്റെ ഒരു കാഹളം മുഴങ്ങുന്നത് തലസ്ഥാനത്ത് നിന്ന് തന്നെയാണ്. തലസ്ഥാനത്തെ സർപ്രൈസിങ് പേരുകളാണ് ചേട്ടൻ ഇപ്പൊ പറഞ്ഞത്. ഇതിന്റെ നിർണയം കൂടെ നടക്കുന്ന സമയത്താണ്, കാരണം പാർട്ടി അവരുടെ നേതൃത്വത്തിൽ നിന്ന് ഒഫീഷ്യലി അറിയിക്കുന്ന സമയത്തായിരിക്കാം നമുക്ക് വീണ്ടും കൂടുതൽ നമുക്ക് പറയാൻ കഴിയുന്നത്. അതായത് ഈ പറയുന്ന രീതിയിൽ കാട്ടാക്കട, പിന്നെ കഴക്കൂട്ടത്ത്, പിന്നെ അരുവിക്കരയിൽ VS ശിവകുമാർ മത്സരിക്കുന്നുണ്ട്. ശിവകുമാറിന് സീറ്റ് ഉണ്ട് എന്ന ഉറപ്പാണ്. VS ശിവകുമാറിന് പാറശാല പോകാൻ പറഞ്ഞു എന്നൊരു കഥയുണ്ടായിരുന്നു. ശിവകുമാർ പോകില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ശിവകുമാർ അരുവിക്കരയുണ്ട്. അരുവിക്കര എന്ന് പറയുന്നത് ഇപ്പോ LDF-ന്റെ കയ്യിലുള്ള ഒരു മണ്ഡലമാണ്. അവിടെ ഒരു വേള ശബരിനാഥൻ ജയിച്ചിട്ടുള്ളതാണ്. തുടർന്ന് അങ്ങോട്ട് പോകുമ്പോൾ വാമനാപുരത്ത് പാലോട് രവിയുടെ പേര് കേൾക്കുന്നുണ്ട്. വർക്കലയിൽ വർക്കല കഹാർ വർക്കലക്കാർക്ക് പരീതനായ ഒരു കോൺഗ്രസ് നേതാവാണ്. വർക്കലയിൽ മത്സരിക്കുന്നത് ജോയിയാണ്. ജോയി ആയതുകൊണ്ട് തന്നെ നമുക്ക് കാത്തിരിക്കാം. ഏതായാലും ഇനി നോക്കുമ്പോൾ കോന്നിയിൽ അടൂർ പ്രകാശിന്റെ പേര് ഉറപ്പിച്ചിട്ടുണ്ട് എന്ന വാർത്തയും വരുന്നുണ്ട്. കോന്നിയിലും ഇപ്പോ നമുക്ക് പറഞ്ഞു വെക്കുമ്പോൾ കോന്നിയിൽ അടൂർ പ്രകാശിന് വേണ്ടി പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. കണ്ണൂർ K സുധാകരന് വേണ്ടി പോസ്റ്റർ ഒട്ടിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഏതായാലും 24 മണിക്കൂറിനകം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നൊരു വാക്ക് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു മറുവാക്ക് പുറത്തു വന്നിട്ടുണ്ട്. അത് രമേശ് ചെന്നിത്തലയാണ്. ഇത് ദേശീയ പാർട്ടിയാണ്, കോൺഗ്രസ് ദേശീയ പാർട്ടിയാണ്, കേരളത്തിൽ മാത്രമുള്ള ഒരു പാർട്ടിയല്ല എന്ന്. അപ്പൊ അത് ആർക്കാണ് കൊള്ളുന്നത്? CPM-നാണ് അത് കൊള്ളുന്നത്. കാര്യം കേരളത്തിൽ മാത്രമുള്ള ഒരു പാർട്ടിയായി അവർക്ക് അങ്ങനെയൊക്കെ സാധിക്കുന്നു. നമുക്ക് നേതൃത്വത്തിന്റെ തീരുമാനങ്ങളും ഉണ്ട്, ആ രീതിയിലായിരിക്കാം. അതെ, അവർക്ക് ഈ പറയുന്ന പോലെ ദേശീയ പാർട്ടിയാണ് കോൺഗ്രസ്.
മനസ്സിലായില്ലേ? അപ്പൊ ദേശീയ പാർട്ടി എന്ന് പറയുമ്പോൾ തീരുമാനം പിന്നെ ജനാധിപത്യ പാർട്ടി കൂടെയാണ്. ജനാധിപത്യ പാർട്ടി ആകുമ്പോൾ തീരുമാനങ്ങൾ എടുക്കാൻ സമയമെടുക്കും. ഏതായാലും CPM-കാർക്ക് നാളിതുവരെ CPM എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് അവർക്ക് വിഭാഗീയത പുറത്തു ചാടി വരുന്ന ഒരു മത്സരം കൂടെയാണ്. വിഭാഗീയത പുറത്തു ചാടുന്നു പറഞ്ഞാൽ ഈ അടുത്തവരെ അഹങ്കരിച്ച് ഈ പാർട്ടി പറഞ്ഞുകൊണ്ട് നടന്നതാണ്. VS ആണ് ഈ പാർട്ടിയെ വിഭാഗീയതയിൽ കൊണ്ടുപോയത്. VS ഏതാണ്ട് മിണ്ടാതായി കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു ഈ പാർട്ടിയിൽ വിഭാഗീയത തീർന്നുവെന്ന്. പറഞ്ഞതാരാണ്? എം വി ഗോവിന്ദനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ പിണറായി വിജയനും. അപ്പൊ ചോദിക്കാനുള്ളത് സഖാവേ എന്നാണോ അതെ സർ എന്നാണോ ചോദിക്കാനുള്ളത്? ബഹുമാനപ്പെട്ട സർ പിണറായി വിജയൻ സർ, താങ്കൾ പറയൂ, താങ്കളുടെ പാർട്ടിയിൽ ഈ കാണുന്ന വിഭാഗീയത ഒരു സുപ്രഭാതത്തിൽ പൊട്ടി വന്നതാണോ? അതേ ഈ വിഭാഗീയത താങ്കൾ അറിഞ്ഞിട്ട് എന്താ പറയാ അറിഞ്ഞില്ല അല്ലെങ്കിൽ ജനത്തെ പറ്റിക്കാൻ പറഞ്ഞതാണോ? ഏതായാലും പുറംപൂച്ച് പൊളിച്ച് ഈ പറയുന്ന പുറംചട്ട പൊളിച്ച് വിഭാഗീയത പുറത്തു വരുമ്പോൾ ജനം ഒരു വേള മൂക്കത്ത് വിരൽ കൂടെ വെക്കുകയാണ്. ഇത് പാർട്ടി CPM ആണോ എന്നൊരു സംശയം പോലും ജനത്തിനുണ്ടാകുന്നു.